Anything that you manifest is actually instant. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് എനി സോർട്ട് ഓഫ് ക്ലിക്ക് ബേറ്റ് വീഡിയോ. 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക, 24 മണിക്കൂറുള്ള എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമൊന്നുമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കുള്ള ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണത്, അക്കോർഡിംഗ് ടു നെവെല്ലെ ഗോഡ. ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് അനാഷ്. ഞാനും ഇതുപോലെ കുറേയൊക്കെ യൂട്യൂബിൽ ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, തുടക്കത്തിൽ അവർ പറയാം യു ഹാവ് ടു ബിലീവ് ഇൻസ്റ്റൻറ്റ് മാനിഫെസ്റ്റേഷൻസ് റിയൽ. അത് കഴിഞ്ഞിട്ട് അവർ 24 hours എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ടെക്നിക്ക് പറഞ്ഞുതരും. അതിനുശേഷം ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരൊരു കഥ പറഞ്ഞുതരും, എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ആയ, അവർക്ക് എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ആയെന്നൊരു കഥ പറഞ്ഞുതരും. ആൻഡ് ലാസ്റ്റ്ലി ചിലപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയില്ലെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് യു ഡിഡ്ന്റ് ഹാർഡ്ലി സ്ട്രോങ് ഇനഫ് ബിലീവ് ഇൻ ഇറ്റ്. It's not that I don't agree with this. It's more like it's not consumed in the right way. The more you read, the more you realize everyone just talks about the same thing. അവർ ജസ്റ്റ് പറയുന്നതിനുള്ള terms അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ജസ്റ്റ് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. ബട്ട് അവിടെ അവർ എത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദ സെയിം തിങ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ ഈസ് ഇൻസ്റ്റൻറ്റ് ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു വൈ. ബട്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ explain you the proper definition of what a manifestation actually is. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയണ കാര്യമാണ്, പിന്നെ എന്തിനാണ് പിന്നെയും പറയുന്ന ഒരു തോട്ട് നിങ്ങളിൽ ഉണ്ടാവും. ബട്ട് പ്ലീസ് ബെയർ വിത്ത് മീ, ബിക്കോസ് ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ ആക്ച്വൽ ഫൗണ്ടേഷൻ പാർട്ട്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. You guys can call it manifestation അല്ലെങ്കിൽ law of attraction അല്ലെങ്കിൽ law of assumption, whatever. What I see is there is actually 2 parts. അതിൽ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞാണ് ഇൻറ്റൻഷൻ. നമുക്ക് എന്താണോ വേണ്ടത്, വാട്ട് യു ആക്ച്വലി വാണ്ട്, അതാണ് ഈ ഇൻറ്റൻഷൻ്റെ പാർട്ട്. നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അറിയണം. യു ഹാവ് ടു ബി ക്ലിയർ അബൌട്ട് വാട്ട് ഗോൾസ് അല്ലെങ്കിൽ വാട്ട് യു സെറ്റ് ഇൻ ടു യുവർ മൈൻഡ് ഓർ വാട്ട് എവർ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാണ് ദ യൂണിവേഴ്സിൻ്റെ പാർട്ട്. ദ യൂണിവേഴ്സ് ബ്രിങ്സ് ഇറ്റ് ടു യു ഇൻ ദ മോസ്റ്റ് സെൻസ് ദാറ്റ് മേക്സ് ടു ദ യൂണിവേഴ്സ്. നമുക്ക് ആ ഒരു കാര്യം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ അത് യൂണിവേഴ്സാണ് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ പാർട്ടാണ്. നമുക്കത് എങ്ങനെയാണോ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. That's what the universe part is. ഈ ഒരു ഇൻറ്റൻഷനിൽ ഇറ്റ് കുഡ് ബി വൺ അഫർമേഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ആവാം, വിഷ്വലൈസേഷൻ ആവാം, അല്ലെങ്കിൽ വിഷൻ ബോർഡ് ആവാം, വാട്ട് എവർ ദോസ് ആർ ദ ടെക്നിക്സ്. ബട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ ഈസ് ഇൻറ്റൻഷൻ. ഇനി ദി സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് വേർ ദി ആക്ച്വൽ ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ഹാസ് ടു occur, ആസ് ദി ടേം യൂസ്ഡ് ബൈ നെവെല്ലെ ഗോഡ. ഇതിലെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് വേർ ആൻ ഇൻസിഡൻസ് ഹാസ് ടു occur ടു ഗെറ്റ് യു ഫ്രം ദി പോയിന്റ് എ ടു പോയിന്റ് ബി. ഇതിനെ പറയുന്ന വേറെ വാക്കുകളുണ്ട്. ജോസഫ് മർഫി പറയുന്ന പോലെ ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ അബ്രഹാം ഹിക്സ് പറയുന്ന പോലെ അൺഎക്സ്പെക്റ്റഡ് ചാനൽസ്, വാട്ട് എവർ. ബട്ട് ഈ ടേംസ് ഡിഫറെൻ്റ് ആണെങ്കിലും വാട്ട് ദേ ആർ ട്രൈങ് ടു ടെൽ യു ഈസ് ദ സെയിം തിങ് ദാറ്റ് വാണ്ട്സ് ടു ഗെറ്റ് യു ഫ്രം ദി പോയിന്റ് എ ടു പോയിന്റ് ബി. ഇനി ഈ ഒരു വീഡിയോയിലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. The time that it actually takes for your manifestation to come into this physical reality may or may not be instant. But your bridge, the bridge of incidents form ചെയ്യുന്നത്, that is what actually instant is. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഈസ് ഇൻസ്റ്റൻറ്റ് എന്ന് പറയാനുള്ള കാരണം. നമ്മൾ ഏതൊരു തോട്ട്സോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഫർമേഷൻ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം നമ്മളെ മനസ്സിൽ ആ ടൈമിൽ വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ അറിയാണ്ട് പോലും അപ്പം തന്നെ ഫോം ചെയ്യാണ്. യു കനോട്ട് സീ ദാറ്റ് ബ്രിഡ്ജ്, ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ്സ് നോട്ട് യുവർ ജോബ് ടു സീ ദിസ് ബ്രിഡ്ജ്. നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മൂവ് ഫോർവേഡ്. ഇപ്പോൾ റിയൽ ലൈഫ് ബ്രിഡ്ജ് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ റിയൽ ലൈഫ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റൊരു വഴിയേ ഉള്ളൂ, ഏതർ ടു മൂവ് ഫോർവേഡ്. ഇവിടെ വേറെ 3-4 ഡയറക്ഷൻസ് സൈഡിലേക്കും അല്ലെങ്കിൽ ബാക്കിലേക്കുണ്ട്, ബട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയറക്ഷൻസ് ഒന്നുമില്ല. സോ ദ പാർട്ട് ദാറ്റ് വിച്ച് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ടു മൂവ് ഫോർവേഡ്. There is actually something that Neville Goddard says, and I actually want to tell that to you. You may feel you don't have the wisdom to find the means to get it, but if it takes thousands or 10,000 people to play their role to bring you into the empowerment of what you assume that you are, they will play their part knowingly or unknowingly. ഇത് ഞാൻ ഏറ്റവും ആദ്യം കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. ഈവൻ ദോ ഐ ഹാഡ് ദി എക്സ്പീരിയൻസ്, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഇവൻച്വലി ഞാൻ ഓരോ ഡോട്ട്സ് കണക്ട് ആയപ്പോൾ ഇവൻച്വലി ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി മെന്റ്, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എത്തിയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അലോൺ ബൈ എൻ്റെ ഹാർഡ് വർക്കോ അത് മാത്രമായിട്ടല്ല. യൂണിവേഴ്സിൻ്റെ അവിടെ ഒരു പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് എത്താനുള്ള അതിനനുസരിച്ചുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻസ്, അതിനനുസരിച്ചുള്ള ഇൻസിഡൻസ്. ഈ ഒരു ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ദെയർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ദാറ്റ് പ്ലേഡ് ദെയർ റോൾ. ഓക്കെ, അവിടെ ഉണ്ടായ കുറേ ഇൻസിഡൻസ് എന്ത് കാര്യങ്ങളുണ്ട്. സംടൈംസ് യു വിൽ ബി വൺ ഓഫ് ദി പേഴ്സൺ. ഇപ്പം നേരത്തെ പറഞ്ഞ നെവെല്ലെ ഗോഡാർഡ് പറഞ്ഞില്ലേ, നമ്മളൊരു 1000-1500 ആൾക്കാരുണ്ടാവും നമ്മളെ കൂടെ ആ ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി. അതേപോലെ ചിലപ്പോൾ നമ്മളായിരിക്കാം ആ ഒരു പാർട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഞാൻ ഒരു ദിവസം ജിമ്മിൽ പോയി തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആ ടൈമിൽ തിരിച്ചു വരുമ്പോൾ അവൻ്റെ ജസ്റ്റ് ഒരു കണ്ണാടി റിപ്പയർ ചെയ്യാണ്ടായിരുന്നു, അത് മാറ്റി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കടയിൽ കയറി. അപ്പോൾ എനിക്ക് ബേസിക്കലി എനിക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ബൈക്ക് RX അങ്ങനെ കണ്ടപ്പോൾ ഞാനതങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടുത്തെ ആരതായിരിക്കില്ല, ആരെങ്കിലും റിപ്പയറിങ് എന്തൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടി ഇങ്ങനെ നോക്കി നിന്നിട്ടോ, എൻ്റെ വണ്ടി കൂട്ടുകാരൻ്റെ വണ്ടി റിപ്പയർ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ ആ ഒരു ഐ ഗസ് ലൈക്ക് 22 ഇയേഴ്സ് ഓൾഡ് ഉള്ളൊരു മെയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, ഈ വണ്ടി ഇവിടെ റിപ്പയറിന് വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അല്ല, അത് എൻ്റെ വണ്ടിയാണ്, ഞാനത് വിൽക്കാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ അവൻ കുറേ ആയി ആ വണ്ടി വിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. ഐ ഗസ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് പറഞ്ഞത്. അപ്പോൾ RX-നെ പറ്റി നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ യു വുഡ് നോ ഹൗ മച്ച് ദ റേറ്റ് ഈസ്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും പ്രാന്തമുള്ള ആൾക്കാരെ ആ ഒരു വണ്ടി എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ്, അതുമ്പോൾ കുറേ പണിയും കാര്യങ്ങളൊക്കെ നടത്തിയോണ്ട് അത്യാവശ്യം റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അവൻ വിൽക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആ കാര്യങ്ങളൊന്നും ആലോചിച്ചു. എനിക്ക് ആ വണ്ടി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ടൊക്കെ കേട്ട് എന്നിട്ട് എന്നോട് ചോദിച്ചു ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അറിയണ കുറച്ച് പേരുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇതിനായിട്ട് നടന്നിട്ടൊന്നുമില്ല, ഈ സെയിൽസും പരിപാടിയായിട്ട് ഞാൻ നടക്കുന്ന ആളൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, വണ്ടിയുടെ ഫോട്ടോസ് ഒന്ന് വിട്ടാൽ. ഞാൻ എനിക്ക് അറിയണ ഒരാളുണ്ട്, അത്യാവശ്യം ആള് ഒരു 100K ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റയിലുള്ള ഒരാളാണ്. അപ്പോൾ ആളിങ്ങനെ വണ്ടിയുടെ ഇതൊക്കെ ഇടണ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വേറെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ആളെടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം നോക്കട്ടെ, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എനിക്ക് വിട്ടുതരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫോട്ടോസ് വിട്ടുതന്ന് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് എത്തി. ഞാൻ ആ ഫോട്ടോസ് അങ്ങനെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റേ ആൾക്ക്. അപ്പോൾ ഞാൻ ആൾ നോക്കും അല്ലെങ്കിൽ വന്ന് നോക്കും വണ്ടി നോക്കും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഫോട്ടോസ് വിട്ടു കൊടുത്ത് ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈ ഒരു റേറ്റ് ആണ് ആൾ പറയണത്, ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, ഞാൻ നമ്പർ തരാം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് എനിക്ക് അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ ആൾക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു കാര്യം ചെയ്തത്. ബട്ട് ഞാൻ പോലും അറിയാണ്ട് അന്ന് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത ആളുണ്ടല്ലോ, ആള് അന്ന് വൈകുന്നേരം 2 പേരെ വിട്ട്, അന്ന് വൈകുന്നേരം ഇവർ കോൺടാക്ട് ചെയ്ത് 2 പേരെ വിട്ട് ഈ വണ്ടി നോക്കി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ. വന്ന് നോക്കി അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് പിന്നെയും കോൾ വന്നു. പറഞ്ഞു ഓക്കെ വണ്ടി ആ റേറ്റിന് എടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി അവർ വന്ന് റെഡി ക്യാഷ് എമൗണ്ടും കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോയി. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു. അതിന് ചോദിച്ചാൽ ഞാൻ എന്നിട്ട് മെസ്സേജ് അയച്ചോട്ടോ, വിളിച്ചോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് വിളിക്കലും കഴിഞ്ഞ് പറയലും കഴിഞ്ഞ് വണ്ടിയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവർ തീരെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞ് ലൈക്ക്. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ അത് വിചാരിക്കണില്ല. ഇപ്പം ഞാൻ ആ ഒരു ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് പഠിച്ചു വരുമ്പോഴാണ് നമുക്കങ്ങനെ മനസ്സിലാവണം. അപ്പോൾ അവൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ആവാം ചിലപ്പോൾ ആ വണ്ടി വിട്ടിട്ട് ആ പൈസ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളത്. അപ്പോൾ അതിലൊരു പാട്ട് പ്ലേ ചെയ്യണം ഞാനായിരിക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത്. അതിന് വേറെ കുറേ കഥ ഉണ്ട് കേട്ടോ. ഞാൻ ആ കടയിൽ നിർത്തേണ്ടതായിരുന്നില്ല. ഞാൻ 2-3 കട നോക്കി ഇതിലുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചൊക്കെയാണ് വന്നത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ്, നമുക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ റോള് പ്ലേ ചെയ്യേണ്ട ആൾക്കാർ എങ്ങനെ ആയാലും ആ ഒരു റോള് പ്ലേ ചെയ്യും. ദാറ്റ്സ് ഹൗ ദ യൂണിവേഴ്സ് വർക്ക്സ്. ഇനി നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കാം, ഹൗ യു വിൽ നോ ഇഫ് യു ആർ ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ആക്ച്വലി യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് നിങ്ങളുടെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു മൂവ് ഫോർവേഡ്, ജസ്റ്റ് ടേക്ക് എവറി സിംഗിൾ സ്റ്റെപ്സ്. ബട്ട് ഈ ഓരോ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ വിസിബിളി നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട് എത്താനുള്ള സ്റ്റെപ്സ് ആയിരിക്കണം എന്നില്ല. ബട്ട് ദാറ്റ് സ്റ്റെപ്പ് ഹാസ് ടു ബി ടേക്കൺ. ബട്ട് ഈ ഒരു ബ്രിഡ്ജിൽ ഒരു പ്രശ്നം പറഞ്ഞപ്പോഴെന്ന് വെച്ചാൽ വെൻ യു ഹാവ് യുവർ ഓൺ ലിമിറ്റിംഗ് ബിലീവ്സ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സൈഡ് എങ്ങനെയെങ്കിലും ആവോ അല്ലെങ്കിൽ ആവൂലേ എന്നുള്ള തോട്ട്സ് വരുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ബ്രിഡ്ജിൽ സ്റ്റക്ക് ആവണം. യു മൈറ്റ് സെറ്റ് ഇൻ ദാറ്റ് ബ്രിഡ്ജ്, അവിടെ ഇരുന്നു അല്ലെങ്കിൽ വീണു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് റീപ്രോഗ്രാം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റീപ്രോഗ്രാം ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. If you want, you guys can check it out. Hope you guys actually enjoyed watching this video. Also, I am so happy and thank you all for making my channel hit the first 1,000 subscribers. So until the next video, I'll see you. Bye.